വിസ്മയയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും മേജർ രവിയുടെ പ്രതികരണവും രാഷ്ട്രീയമോ അതോ സഹാനുഭൂതിയോ? സോഷ്യൽ മീഡിയയിൽ തങ്ങൾ പങ്കുവയ്ക്കുന്ന അഭിപ്രായങ്ങളുടെ പേരിൽ പ്രമുഖരുടെ മക്കൾ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഏറ്റവും ഒടുവിലായി നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ പങ്കുവച്ച ഒരു പോസ്റ്റും അതിന് പിന്നാലെ സംവിധായകനും കുടുംബസുഹൃത്തുമായ മേജർ രവി നടത്തിയ പ്രതികരണവുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടായിരുന്നു വിസ്മയയുടെ പോസ്റ്റ്. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടപടിയുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ട് തോന്നിയ വിഷമം പങ്കുവച്ച ആ പോസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഇതിന് പിന്നാലെ മേജർ രവി നടത്തിയത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികരണമായിരുന്നു. മേജർ രവിയുടെ വാദങ്ങൾ സഹാനുഭൂതി മാത്രമോ? ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു മേജർ രവി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വിസ്മയയുടെ പോസ്റ്റിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. രാഷ്ട്രീയ അറിവില്ലായ്മ. ജനിച്ച് വീണ കാലം മുതൽ അറിയാവുന്ന ആളാണ് വിസ്മയ. ആ കുട്ടിക്ക് ഇത്തരം രാഷ്ട്രീയ കളികളെക്കുറിച്ചോ സമരങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ യാതൊരുവിധ രാഷ്ട്രീയ അറിവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സലിവും മൃഗസ്നേഹവും. ഒരു തെരുവ് നായ സങ്കടപ്പെടുന്നത് കണ്ടാൽ പോലും കരഞ്ഞുപോകുന്ന അത്രയും നല്ല മനസ്സുള്ള കുട്ടിയാണ് വിസ്മയെന്നും പോലീസ് നടപടിയുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയ അനുകമ്പയും വിഷമവും കാരണമാണ് ആ പോസ്റ്റ് ഇട്ടതെന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ അവൾക്ക് അത് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമരത്തെക്കുറിച്ചുള്ള വിമർശനം. ഡൽഹിയിലെ സമരത്തിന് പിന്നിൽ വിദേശ ഫണ്ടിംഗും ഗൂഢാലോചനയുമുണ്ടെന്നും അവിടെ സമരം ചെയ്യുന്നത് യഥാർത്ഥ വിദ്യാർത്ഥികളല്ലെന്നുമുള്ള കടുത്ത വിമർശനവും അദ്ദേഹം ഉയർത്തി. പൊതുസമൂഹത്തിലെ ചർച്ചകൾ. മേജർ രവിയുടെ ഈ പരാമർശം വലിയ രീതിയിലുള്ള ഭിന്നഭിപ്രായങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഒരു കൂട്ടർ മേജർ രവിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു. വിഷയത്തിന്റെ പൂർണ്ണമായ പശ്ചാത്തലം മനസ്സിലാക്കാതെയാണ് പലരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് എന്നും വിസ്മയുടേത് ഒരു സാധാരണ മനുഷ്യസഹജമായ പ്രതികരണം മാത്രമായിരുന്നു എന്നുമുള്ള വാദത്തെ ഇവർ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മറുഭാഗത്ത് വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. സ്വന്തമായി അഭിപ്രായമുള്ള ഒരു വ്യക്തിക്ക് രാഷ്ട്രീയ വിവരമില്ലെന്ന് മുദ്രകുത്തുന്നത് ശരിയല്ലെന്നാണ് വിമർശകരുടെ വാദം. അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വ്യക്തമായ രാഷ്ട്രീയ പാർട്ടി പശ്ചാത്തലം വേണമെന്നില്ലെന്നും നീതികേടിനെതിരെ ശബ്ദമുയർത്തുന്നത് ഏത് പൗരന്റെയും അവകാശമാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. വിസ്മയുടെ പോസ്റ്റും മേജർ രവിയുടെ പ്രതികരണവും വീണ്ടും തെളിയിക്കുന്നത് ഒന്നു മാത്രമാണ്: സോഷ്യൽ മീഡിയയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോ വാക്കും എത്രത്തോളം വലിയ ചർച്ചകൾക്ക് വഴിവെക്കാം എന്നത്. അത് കേവലം ഒരു പെൺകുട്ടിയുടെ മനസ്സലിവ് മാത്രമാണോ അതോ ശക്തമായ ഒരു നിലപാടാണോ എന്നത് വ്യക്തിപരമായ കാഴ്ചപ്പാടുകളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ.